ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നോക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അണ്ടർ ബില്ലിയും ഫ്രണ്ടിൽ അലുവയുടെ അകത്ത് നമ്മൾ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലൊക്കെ എന്തായാലും നമുക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെറിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ അണ്ടർ ബില്ല് സെറ്റ് ചെയ്യണ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതിൽ നമ്മൾ ചുമ്മാ ഗ്ലോസി ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് മൊത്തത്തിൽ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ബ്രാൻഡിങ് അനുസരിച്ച് AGV എന്നൊരു ചെറിയ സ്റ്റിക്കറും പിന്നെ പവർ ടോണിക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചുമ്മാ ലുക്കിന് വേണ്ടിയിട്ട് പവർ ടോണിക്കൊന്നും കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതേ തീം തന്നെ അടിയിലായിട്ടാണ് AGV എന്നും പവർ ടോണിക്കൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് 2 ആഴ്ച കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ മൊത്തത്തിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത്ര ദിവസത്തേക്ക് ചുമ്മാ ഒന്ന് സ്റ്റിക്കർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ചുമ്മാ ഒരു ഡിസൈൻ പോലെ വൈറ്റും ബ്ലാക്കും എന്ന രീതിയിൽ റെഡ് അലുവയുടെ അകത്ത് കൊടുത്തപ്പോൾ ഇങ്ങനെയുണ്ട് സാധനം. എങ്ങനെയുണ്ട്? നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കൊണ്ടുപോയി ഇങ്ങനത്തെ ചുമ്മാ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബ്ലാക്കും വൈറ്റും എന്നുള്ള രീതിയിൽ തന്നെ ചുമ്മാ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ 2 ആഴ്ചത്തേക്ക് വേണ്ടി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു സിമ്പിളായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അടിയിൽ ഈ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാൻ. പിന്നെ നമ്മളിവിടുത്തെ ഒരു അടുത്ത ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ ഈ എക്സോസ്റ്റിൻ്റെ അകത്തുള്ള ഫ്ലെയിം എന്ന രീതിയിൽ 2 എക്സോസ്റ്റിൽ നിന്നും തീ എന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തരാൻ വേണ്ട. പക്ഷേ അത് 2 മാസത്തിൻ്റെ അടുത്ത് വണ്ടിയുടെ കൊടുത്ത് ചെയ്യിപ്പിക്കണം. കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്തുള്ള എന്തോ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. ഒരു 2 മാസം പിടിക്കും എന്തായാലും മൊത്തത്തിൽ വണ്ടി കൊണ്ടുപോയി കൊടുക്കണ്ട. ഇവിടെ എറണാകുളത്തൊരു ഷോപ്പിലാണ്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നൊരു പിടിയില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ മൊത്തത്തിൽ കളർ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഈ ടാങ്കും X3 കിറ്റും ഫ്രണ്ടിൽ അലോവി അടിയിൽ അണ്ടർ ബില്ലി ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണുള്ളൂ. ഒരു പർപ്പിൾ രീതിയിൽ നമ്മളൊരു 3 ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് കളർ. അപ്പം അത് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കണേ. മെയിൻ നമ്മൾ ഈ കളർ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ 100,000 റെഡ് പിന്നെ NS ഉണ്ട്. അപ്പോൾ അത് ഇരുന്നിട്ട് ഒരു മേനയില്ല. അപ്പോൾ അതാണ് നമ്മൾ മൊത്തത്തിൽ ഒരു പർപ്പിൾ രീതി കണ്ടത്. മൊത്തം 3 കളർ വരും. ടാങ്കിൽ 2 കളറും അല്ലെങ്കിൽ ഇതിനകത്ത് ഒറ്റൊരു കളർ അങ്ങനെ രീതിയിൽ 3 പർപ്പിൾ രീതിയിലായിരിക്കും തന്നെ. അപ്പോൾ മൊത്തത്തിൽ ഈ ഗ്രിപ്പും എല്ലാം മാറ്റണം. അതുപോലെ തന്നെ ബാക്കിൽ ഇതിൻ്റെ കളറും ഇവിടെയും പർപ്പിൾ രീതിയിൽ നമ്മൾ കൊടുക്കാനൊരു പ്ലാൻ ഉണ്ട്. ഇവിടെയും മാറ്റണം. അതുപോലെ തന്നെ ബാക്കിൽ ഈ ചെയിൻ്റെ കവർ നമ്മൾ ചെയ്തേക്കണം. അതിൻ്റെ ഇതിലും നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പർപ്പിൾ ഇത്തരത്തിലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും പുറമേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ്. ഇപ്പോൾ 500 സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ആവാറായി. അത് നമുക്ക് ഒരു 10 ആവണം 20 ആവണം. അങ്ങനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. വണ്ടി എങ്ങനെയുണ്ട്? അടിയിൽ അണ്ടർ ബെല്ലിയിൽ പെയിൻറ്റ് ചെയ്ത് അലയിൽ ചെറിയൊരു സ്റ്റിക്കറും കൊടുത്ത് തന്നെ ഇപ്പോൾ നൈസ് ലുക്കായില്ലേ. അതിൻ്റെ 2 എണ്ണത്തിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോയും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ എനേബിൾ ചെയ്യാം.